സിസ്റ്റം ഇന്ന് മങ്ങിലാവാത്തവളുണ്ടായെങ്കിൽ അവളുടെ ഒരു മുഖത്ത് നല്ല പെടുത്തി കുട്ടിയും പോണ്ടല്ലേ അല്ലേ? മങ്ങിലാവാത്ത പെണ്ണിടെ പുറത്ത് കുട്ടിയും പോണ്ടാറാ ഇണ്ട് ഇണ്ട് ബേബിയെ കുട്ടിയും പോണ്ടേ ഏതെങ്കിലും ഒരു മങ്ങിൽ തിരുമ്മിത്ത് പൊതു സെറ്റായി പോട്ടുണ്ട് പോ അല്ല അങ്ങനെയല്ലേ? ഉദ്ധം തോറും ഭർത്തിയുള്ളാലോ അവൾ ആരാ പെണ്ണെന്നാറ് അത് മുഹമ്മദ് റമോൾഡി. ഓ മുഹമ്മദ് റമോൾ എത്ര പഠിച്ചിരാല് അവള് എല്ലാം പഠിച്ചിരാൽ പഠിക്കാത്ത എന്തും ഇല്ലേ? തഹജ്ജുദ് നിസ്കരിക്കറല്ല. ഓ പിന്നെ മങ്ങിലായിട്ട് മാപ്പിണ്ടവത്ത് വന്ന പിന്നെ കൊന്തു തഹജ്ജുദല്ല സുബൈ നിസ്കരിക്കില്ല കള്ളി വന്നിട്ടു. ഉച്ചിലത്തെ മുഹമ്മദ് റമോളുടെ വകയല്ല ചൊന്നോണ്ടുള്ളൂ അങ്ങനെ തപ്പേരിക്കണ്ട. ഇനിയിപ്പൊ ബണ്ടകുരി വാളുക വലി കാണ്ടിക്കണ്ട ഏതാവരും മാത്രം ആളെ പോലെ ഒന്ന് അങ്ങനെ ഉണ്ടല്ലേ. പണ്ടത്തെ പെൺമക്ക മങ്ങിലാവാത്ത പെൺമക്ക എന്നെങ്കിൽ അങ്ങനെ ഔത്ര ഉൽഗമേ അങ്ങ് പുറത്തു പറവ ചങ്കെ ഒരു അന്യാന്റെ മുഖം നോക്കിട്ട് അങ്ങ് ഒരു ഗുർത്തയില്ല പരിചയമില്ല ഇണ്ട് ഇന്റെ നേരെ ഉൾട്ടായിത്ത്. എന്താ ഉൾട്ടാ? ഒരാണിടെ മുഖം നോക്കാത്ത ഒരു പരിചയം ഒരു പെണ്ണുകില്ല. എല്ലാം നോക്കിയ പരിചയമേ ഇല്ല. കണ്ട് കേക്കടെ അവിടെ കിട്ടിന്നല്ലേ നീ ഇവിടെ കിട്ടിന്നല്ലേ അവിടെ കിട്ടിന്നല്ലേ കിട്ടാത്ത ഒരു പാലക്കാരോ ഇല്ല. എല്ലാം കിട്ടിയതേ. പണ്ടത്തെ മങ്ങിലാവാത്ത പെൺമക്ക ചൊന്നെങ്കിൽ അങ്ങനല്ല. ഞാൻ എല്ലാവരുടെ ಬಗ್ಗೆ ചൊന്നുണ്ടല്ല. പണ്ടത്തെ മങ്ങിലാവാത്ത പെൺമക്ക ചൊന്നെങ്കിൽ അങ്ങക്ക് ഭയങ്കര ചങ്ക അങ്ങ് ഔത്ര പുറത്ത് വണ്ടില്ലേ അങ്ങ് ബറോകാവൂല്ലേ അങ്ങനത്തെ ചങ്ക അല്ലേ? അതുകൊണ്ടല്ലേ മങ്ങിലായിട്ട് നിങ്ങൊന്ന് നോക്കോറൂ. നിക്കാഹ് കലിട് നിക്കാഹ് കലിഞ്ഞ പിന്നെ പെണ്ണിടെ അബ്ബായവണു മാപ്പിളക്ക് പെഞ്ഞ ഈ മൂല ഒന്ന് ഏൽപ്പിക്കിടേണ്ടൊന്നുണ്ടോ? അങ്ങനെ ഏൽപ്പിക്കണോണ്ട് എന്തു ഇല്ല. നിക്കാഹ് കലിയലോടുകൂടെ ഏൽപ്പിച്ചിട്ടായിട്ട് പിന്നെ ഒരു കൈ പിടിച്ചിട്ട് മർമോണെങ്കിൽ ഇങ്ങനെ കൊടുക്കൂടോ? അങ്ങനെ ഒന്നും വേണൂട്ടില്ല വേണ്ടാണ്ടല്ല നാ ചൊന്നോണ്ടുള്ളൂ. നിക്കാഹ് കലിയലോടെ എല്ലാം തീന്ത് ബിന്തി നന്റെ മോൾഡോ നാന് നിക്ക് നിക്കാഹാക്കി തന്നല മങ്ങിലാക്കി തന്നെ ചൊല്ലലോടുകൂടെ തീന്ത് ആയെങ്കിലും ഞങ്ങളെ കൊറിയ പക്കത്തിലല്ല കണ്ട് നിക്കാഹ് കലിഞ്ഞ പിന്നെ വീട്ടുകൂടുന്ന ടൈമാവുമ്പോ അല്ലെങ്കിൽ പുതിയ പെണ്ണ് പുതിയാപ്പിളയുടെ ഒത്തു പോകുമ്പോ സ്വന്തം ബാപ്പ മോലെ കൈപിടിച്ചിട്ട് മർമോണ്ട് കയ്യിൽ ഏൽപ്പിക്കിട്. അല്ലാ പണ്ടൊരു കാലയന്ത് ഈ ഓലു സ്വന്തം മാപ്പിളയുടെ കൈയൊന്ന് പിടിച്ചു കിട്ടുക എത്ര നാല് വേണായിട്ട് വന്നോണ്ടിന്ത് എന്തേ കാരണം ചങ്കാവുള്ളൂ ഇണ്ട് തോലും ഒരാണിടെ കൈ പിടിച്ചിട്ടിക്കാല് ഓലുക്ക് ചെമ്മ ചങ്കായോണ്ടുണ്ടു എങ്ങനെ നാനിയാലെ കൈപിടിക്കടേ? അല്ല ഹലാലാക്കി തന്ന മാപ്പിളമേ സമ. പക്ഷേ എങ്ങനെ നാന് പിടിക്കിടോ? ഇണ്ട് തോലും ഒരു അന്യ ആണിടെ കൈ പിടിച്ചിട്ട് നക്ക് ഗുരുത്ത ഇല്ലല്ലേ പരിചയ ഇല്ലല്ലേ? അബ്ബായാല് ഒത്തായാക്കിട്ട് പിടിപാട്ടിട്ട് ലാസ്റ്റ് പിടിക്കണു. ഇണ്ട് 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 ഇന്റെ അബ്ബടം കാക്കല്ല ഒമ്പടം കാണില്ല. ബാപ്പ നിക്കാക്കിട്ടായിട്ട് ഇങ്ങ രണ്ടാൾ ഭർത്തായിട്ട് കാർക്ക് തെച്ചിട്ടായിട്ട് തെച്ച പിന്നെ മോള് കേക്കടെ അബ്ബയുണ്ടേണ്ട അബ്ബയുണ്ടാണ്ട് കേക്കടെ കാറിൽ തെച്ച പിന്നെ എന്റെ കാരണം അതങ്ങനെ കാലം ഇങ്ങനെ പോണ്ടതൊക്കെ ചങ്ക കൊരടി. അണ്ടത്തെ കാലത്തെ ചങ്ക പെൺമക്കൾ അങ്ങനല്ല. അങ്ങകൂ മങ്ങിലാവാത്ത പെൺമക്കാണ്ടായെങ്കിൽ അങ്ങ് ഔത്ര ഉൽഗത്തെ പുറത്തു ബറുകിയ ചങ്ക ആ ചങ്കര കാട്ടി ആര ചങ്ക ആയിട്ട് ഇന്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകിന്ന ചങ്ക. അതുകൊണ്ടല്ലേ നിങ്ങൊന്നു നോക്കൊരു പെഞ്ഞയുടെ ഔറത്ത് മാപ്പലകു നോക്കാ മാപ്പലയുടെ ഔറത്ത് പെഞ്ഞയ്കു നോക്കാ. പക്ഷേ തങ്ങളെ ചങ്ക എത്ര മാത്ര ഇന്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലത് കണ്ടില്ലേ? അതേ നാന മാ റഅയ്തു ഫർജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ തങ്ങളെ സ്വകാര്യ ഭാഗ ശരീരത്തെ ആ പ്രൈവസി പാർട്ടുണ്ടല്ലേ അത് നാന് നന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടിക്കാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പോലും നന്റെ പ്രൈവേറ്റ് ഭാഗം കണ്ണുകൊണ്ടിട്ട് കണ്ടിട്ടിക്കാല. കാരണം അത് ചങ്കയ്ക്ക് യോജിച്ചതല്ല. ചങ്ക ഉള്ള ഒരാൾക്ക് സ്വന്തം പെഞ്ഞയുടെ സ്വകാര്യ ഭാഗം നോക്കുകയാവില്ല, സ്വന്തം മാപ്പിളുടെ സ്വകാര്യ ഭാഗം നോക്കുകയാവില്ല. നോക്കാ ഹലാലായിട്ടിക്കു, പക്ഷേ ചങ്ക ഉള്ള ഒരാൾക്ക് അത് യോജിച്ചതല്ല.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നണ്ടതു നോക്കിട്ടില്ല, നാന് തങ്ങളതും നോക്കിട്ടില്ല. ഇതാറ് ചൊന്നോണ്ടുള്ളൂ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചങ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാഗമായിട്ട് മഹാന്മാര് ചൊന്നാറ്. ഇക്കട്ടെ നാ ചൊന്ന വിഷയം മറക്കണ്ട. നാ ചൊന്നോട്ട് വന്നു ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന ശൈലി നങ്ങ എത്ര പഠിച്ചെങ്കിലും അത് പഠിച്ചിട്ട് നക്ക് തീന്ത് ചെന്നിട്ടു ഒന്ന് ചൊല്ലുകേ ആവുല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ തങ്ങളെ പിന്നൊരു സ്വഭാവ കണ്ട് സ്വന്തം മക്കളൊട്ടിಗೆ അതാ ചെറിയ ചെറിയ മക്കളെ കാണുമ്പോ ആ മക്കളൊട്ടിಗೆ ഭയങ്കര തമാശ പൽക്കവരിര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കളൊട്ട തമാശ പൽക്കറിഞ്ഞോണ്ടിന്ത് ആ മക്കളെ മടിലുകോന്നിട്ട് ദൈപ്പാട്ടിയോണ്ടിന്ത്. ഇത് വലിയ ഒരു വിഷയ, ചെറിയ വിഷയല്ല. ഇത് കേൾക്കുമ്പോ നമുക്കില്ല എന്തിനല്ലേ ഇപ്പോൾ അല്ലെ? കേൾക്കുമ്പോ നമുക്കില്ല ഇപ്പൊ എന്തിനാ മക്കളുടെ തമാശ വൽക്കാരൻ എനിക്കോല അതൊക്കെ ഞങ്ങളെ മക്കളുടെ തമാശ വൽക്കാരിയാണോ ഉണ്ടോ? വേറെന്തോ ആവുകില്ല ഇപ്പ ഞങ്ങളെ മക്കളുടെ തമാശ വൽക്കാരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മക്കളെ മടിയിൽ ദൈപ്പാട്ടിയോണ്ടിന്തൂല. അതൊക്കെ ഞങ്ങളെ മക്കളെ ഞങ്ങൾ മടിയിൽ ദൈപ്പാട്ടണോ അല്ല? മടിയിൽ ദൈപ്പാട്ട അല്ലേ? അബ്ബമാരുടെ കേൾക്കണ്ട, മക്കളുടെ കേട്ടേമേ. മക്കളെ, നിന്റെ അബ്ബ നിന്റെ മടിയിൽ ദൈപ്പാട്ടിയതുണ്ട. ഈ മുട്ട കല്ഞ്ഞ ഒരു വാർത്ത നടുവിൽ നിന്റെ അബ്ബ നിന്റെ മടിയിൽ ദൈപ്പാട്ടിയതുണ്ടാണ്. ഒരു കിടാവ് ഉത്തര ചൊന്നരണ്ടല്ലബ്ബ ഔത്തുൽ ബേർ അടികിട്ടു ഉത്തര ചൊന്നരണ്ട. സാമാന്യമായിട്ടൊന്ന് വിഷയമൊക്കെ അല്ലേ? എന്തേ ബിസി ഇക്കട്ട് സ്വന്തം മോന്റെ ഒന്ന് മടിയിൽ ദൈപ്പാട്ടുമ്പോ ആ മോന്റെ സ്വഭാവം നല്ലായിട്ട് എന്റിപ്പ മക്കളെ തെറുതപ്പിയോണ്ടുള്ള കാലം അള്ളാഹു ഞങ്ങളെ മക്കളെ നല്ലാക്കി തരട്ടെ. ഒന്ന് ജോർ ആമീൻ ചൊല്ലറു. ഞങ്ങൾ ഇരിക്കാണ്ട് ഞങ്ങളെ മക്ക തെറുതപ്പിയോണ്ടുള്ളാറ്. ഇണ്ടത്തെ ഏറ്റവും വലിയ തലനൊമ്പല ഏത് തലനൊമ്പല? നെയ്പ്പില്ലാത്തതാ? നെയ്പ്പില്ലാത്തോണ്ട് ആരും പട്ടിണി രച്ചിട്ടില്ല. ഇവിടെ ബാണ്യമില്ലാണ്ടായതാ? അല്ല. വേറെന്തരമ്മ ഏറ്റവും വലിയ തലനൊമ്പല ഇത് ഇങ്ങതാ. ഞങ്ങൾ ഏറ്റവും വലിയ തലകുത്തിങ്ങ ഇങ്ങ ചൊന്നെങ്കിൽ ഇതുപോലത്തത്. അള്ളാഹു ആ മക്കളോ ഞങ്ങളെ മക്കളെ നല്ലാക്കി തരട്ടെ. ലേബാ നിങ്ങൾ ഒന്ന് വിചാരിച്ചു നോക്കറോ, വലിയ കോട്യാധിപതി, ലക്ഷാധിപതി, ഭയങ്കര വലിയ കാറിൽ പോകണ്ടോണു, വലിയ കൊട്ടാര, വലിയ അരമനെ. ഓ റായത്തെ മഹല്ലുടെ ഭയങ്കര വലിയ ആള് ഹോജ. ഇടീ റായത്തിലൊരു പ്രശ്നം വന്നെങ്കിൽ എന്ത് പഞ്ചായത്തികം അയാളുടെ ഔത്തുക വേണ്ടേ? എന്തായിട്ടെന്റെ സ്വന്തം മോണു കുടിയാണ്ടായെങ്കിൽ എല്ലാം പോയില്ലേ? സ്വന്തം മോണു കുടിയായ, അല്ലെങ്കിൽ സ്വന്തം മോണൊരു പെണ്ണ് പിറാന്തായി പോയ എങ്കിൽ എല്ലാം പോയില്ലേ? സ്വന്തം മോണൊരു ഗാഞ്ചത്തവണായി പോയ എല്ലാം പോയില്ലേ? ഇയാളെ ബലെ 3 കാസ് ഹറാജാവുക വേറെന്തും വേണുണ്ടാ? എത്ര വലിയ ആളായെങ്കെ, എത്ര വലിയ ഹോജായെങ്കെ. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ തലനൊമ്പല ഞങ്ങളെ മക്കളെ അള്ളാഹു ഞങ്ങളെ മക്കളെ നല്ല മക്കാക്കി തരട്ടെ. എപ്പോഴും ദ്വാർക്കണോ? നെയ്പ്പും പാണ്യത്തും മാത്രം ദ്വാരമയ്യാവലെ ഞങ്ങളെ മക്കളെ നീ നല്ലാക്കി താട്ട് ദ്വാർക്കണോ. പടച്ച റബ്ബേ, അള്ളാഹു ഞങ്ങളെ മക്കളെ നല്ലാക്കി തരട്ടെ. ഈ സദസ്സറ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ മക്കളെ അള്ളാഹു നല്ലാക്കി തരട്ടെ. ആണുമക്കളും പെണ്ണുമക്കളും അള്ളാഹു നല്ലാക്കി തരട്ടെ. കൊറിയങ്ങ ചൊല്ലാറ് ഉസ്താദ്, പെണ്ണുമക്കളായെങ്കും സുധാരിക്ക, ആണുമക്കളെ സുധാരിക്കാവല്ലോ ഉസ്താദ്. അല്ല ചൊല്ല ഉസ്താദ്, ഒരു ആൺകിടാവ് ദുആർക്കോറ് ഉസ്താദ്, ഒരു ആൺകിടാവ് ദുആർക്കോറ്. ആൺകിടാവ് കിട്ടിയിട്ടില്ല ചൊന്നിട്ട് അള്ളാഹുടെ ഇട്ടൊരു ബേജാറ് വേണ്ട. അള്ളാഹു കൊന്തു നിക്കൊരു ആൺകിടാവ് തന്നെങ്കിൽ ചിലപ്പോ ഉണ്ട ഉണ്ടായിട്ടിക്കും നിന്റെ 3 കാസ് ബല ഹറാജാവിടോ. അതുകൊണ്ട് അള്ളാഹു താല നിന്റെ മാന നഷ്ടപ്പെടുത്താൻ ടിക്കുകയായിട്ട് അള്ളാഹു നിക്ക് പെൺമക്കളെ തന്ന. അത് സമയല്ലേ പെൺമക്കളെ എങ്ങനെങ്കിലും ഒതുക്കിയിരുത്ത. യാരെ ചൊന്നെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തപ്പ് വന്നെങ്കിലും ചൊല്ല. എന്തിനല്ല, ഇനി നീ പുറത്ത് പോയിരണ്ട, ഉൽഗമേ തെച്ചമേ ഉമ്മ ഉള്ളാലല്ലേ നമ്മളൊട്ടിക്ക് അടുപ്പുകാരൻ നിൽക്ക്, അല്ലെങ്കിൽ ഔത്തറോൾ കൈക്ക് പുറത്ത് പോകണ്ട ചൊല്ല. തപ്പ് കണ്ടെങ്കിൽ ആണ്ടിട്ട് ചെന്ന് നോക്കറോ നിങ്ങ? ആണ് മോണ്ടിട്ട് ചെന്ന് നോക്കറോ? ചിരിക്കണ്ടല്ലപ്പ. ആണ് മോണ്ടിട്ട് ചെന്ന് നോക്കറോ നിങ്ങ? ദയിക്കുവേ നിങ്ങ ദയിക്കറു നാ പോവേ പിടിച്ചു വെക്കോ തീർവാ. പെണ്ണു പോലെ പിടിച്ചു വെക്ക, ആണ് കൊണ്ട് പിടിച്ചു വെക്കോ തീർവാ. അള്ളാഹു ഞങ്ങളെ മക്കളെ നല്ലാക്കി തരട്ടെ.
ഇനി നേരെ ഉൾട്ടോ ഉണ്ടാവാ. ആണുമക്കളെ ചിലപ്പോ ചെന്നിട്ട് നല്ല തിരക്കും പുറകാവൂ, ചിലപ്പോ പെണ്ണിടെ പിടിച്ചു വെക്കുകയാവല, അങ്ങനെയൊക്കൂ രണ്ടും ചൊന്നുണ്ടല്ലേ. അല്ലാഹു ഞങ്ങളെ മക്കളെ നല്ല മക്ക ആക്കി തരട്ടെ.